ബീഫ് ഫ്രൈ നമ്മൾ ഓപ്പൺ ചെയ്യാണ്. ഇപ്പൊ നമ്മള് ഇപ്പോ 5 കേക്ക് പറഞ്ഞിട്ട് 10 പീസ് കഴിച്ച്. എനിക്ക് അങ്ങോട്ട് തിരിയാൻ പറ്റുന്നില്ല. ചൂടാക്കിട്ട് വെച്ചതാ ഞാൻ കാലത്ത്. ബാബാ സീനൊന്നുമില്ല, പറ്റൂടാ. ആ അത്രേ ഉള്ളൂ, കഴിഞ്ഞു സീൻ കഴിഞ്ഞു. Yes, that's all. എന്ത് സീനാണെങ്കിലും ഇത്രേ ഉള്ളൂ സീൻ. അറ്റൻഡ് ചെയ്യാ. ഓ വാട്ടർഫാൾ. ഓ സോ ഈ ഒരു വ്യൂ കാണാനാണ് നമ്മൾ ഇത്രയും പാടുപെട്ടത്. ഹായ്, യാത്രകളെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ബിഗ് ബെല്ലി വണ്ടേഴ്സ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം വടക്കൻ കേരളത്തിലെ വയനാട്ടിലെ അരണമല എന്ന ഒരു പ്രദേശത്താണ്. അരണമലയിൽ 10th ഗ്രാം എന്നുള്ളൊരു പ്രോപ്പർട്ടിയിലാണ് കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങൾ സ്പെൻഡ് ചെയ്തത്. ഓക്കെ, ഇത് ഞങ്ങളുടെ ചാനലിലെ ആദ്യത്തെ ട്രാവൽ വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ചാനൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പുറയിൽ 2 വ്യക്തികളെ കാണാം. ക്യാരംസ് കളിയിലൊക്കെ മുഴുകിയിരിക്കുകയാണ് ടീംസ്. ഓക്കെ, അത് ശരത്താണ്, എറണാകുളമാണ് സ്വദേശം. എൻ്റെ ശ്രീകരിയാണ്, കോട്ടയമാണ് സ്വദേശം. എൻ്റെ പേര് അജ്മലിനാണ്, കൊല്ലമാണ് സ്വദേശം. ക്യാമറയുടെ പിന്നിലെ ഒരു ഗ്രമിനുണ്ട്, തൃശ്ശൂരുകാരനാണ്. ഓക്കെ, ഞങ്ങളൊരു ചെറിയ ഫ്രണ്ട്സ് കൂട്ടായ്മയാണ്, ഒരു സൗഹൃദ കൂട്ടായ്മയാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരെയും പോലെ നിങ്ങൾ ചിലപ്പോൾ വർക്ക് ഫ്രം ഹോമിലായിരുന്നിരിക്കാം കഴിഞ്ഞ ഒരു 6 മാസം, അല്ലെങ്കിൽ ക്ലാസ്സുകളില്ലാതെ പുറത്തിറങ്ങാൻ പറ്റാതെ വീട്ടിലിരിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കാം. അപ്പോൾ ഒരുപാട് യാത്ര ചെയ്തിരുന്ന ആൾക്കാരായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കൂട്ടിലകപ്പെട്ട കിളിയെ പോലെ ആയിരിക്കും. അതേ ആ ഒരു ഫ്രസ്ട്രേഷൻ അനുഭവിച്ചുകൊണ്ടിരുന്നവരായിരുന്നു ഞങ്ങൾ 4 പേരും കഴിഞ്ഞ ഒരു 6 മാസമായി. അപ്പോൾ എങ്ങനെ സേഫായിട്ട് നമുക്കൊന്ന് യാത്ര ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഫ്രസ്ട്രേഷൻ ഒന്ന് മാറ്റി വെക്കാം, ഒരു 2 ദിവസത്തേക്ക് ഞങ്ങൾക്കൊന്ന് മാറി നിൽക്കാമെന്ന് ചിന്തിച്ച് ഒരുപാട് അന്വേഷിച്ചിട്ടാണ് നമ്മൾ ഈ അരണമല എന്നുള്ള പ്രോപ്പർട്ടി, നമുക്ക് ഈ 10 ഗ്രാമിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ കണ്ടതും കഴിഞ്ഞ ദിവസം നമ്മളിവിടെ വന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ സേഫായിട്ട് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാം, അതെങ്ങനെ എന്നുള്ളത് നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടായി. അതുകൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞങ്ങൾ കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ സ്പെൻഡ് ചെയ്തതെന്നും ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള സേഫ്റ്റി പ്രൊസീജിയേഴ്സും കാര്യങ്ങളും, അതിൻ്റെ കൂടെ ഈ മനോഹരമായ പ്രദേശത്തിൻ്റെ കുറച്ച് അടിപൊളി കാഴ്ചകളും ഞങ്ങളുടെ വീഡിയോയിൽ കൂടി കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കണ്ടു നോക്കുക അരണമല. നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ് ഇന്ന് നമ്മളുടെ യാത്ര തുടങ്ങുന്നത്. ഓക്കെ, ഗ്രമിനുണ്ട് ഇവിടെ. ഗ്രമിൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് വയനാട്ടിലേക്ക്. അപ്പോൾ ചെറിയ രീതിയിലുള്ള മഴയുണ്ട്, പക്ഷേ നമ്മൾ അത്ര മോശമല്ലാത്ത കാലാവസ്ഥയെന്ന് തന്നെ പറയാം. ഇപ്പോൾ വയനാട്ടിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് ശമിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നിന്ന് മഴയെന്നാണ് നമ്മൾക്ക് അറിയാൻ പറ്റിയത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി അരണമലയുടെ ഏറ്റവും മനോഹരമായ വിഷ്വൽസ് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ അരണമലയിലേക്ക്. Lions roaring in the morning sun, searching for a longer day. People feeling like the light has just come. We must never stop the way. Birds jumping and I hear my name, grasping into a life. അപ്പോൾ നമ്മുടെ ഗ്രിമിൻ്റെ മമ്മി നമുക്ക് കൊടുത്തു വിട്ട ബീഫ് ഫ്രൈ നമ്മൾ ഓപ്പൺ ചെയ്യാണ്. ഇപ്പം നമ്മൾ ഇപ്പോൾ വലിയ കാലാവസ്ഥ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ അടിവാരത്തെത്തി. ഇപ്പോൾ ഇനി ചുരം കയറണം. ചുരം കയറുന്നതിന് മുമ്പായിട്ട് ഈ ബീഫ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. 5 കേക്ക് പറഞ്ഞിട്ട് 10 പീസ് കഴിച്ച്. എനിക്ക് അങ്ങോട്ട് തിരിയാൻ പറ്റുന്നില്ല.
തണുത്ത് കട്ടിയായി പോയോ ചൂടാക്കിട്ട് വെച്ചതാ ഇന്ന് ഞാൻ കാലത്ത്. അപ്പഴേ പറഞ്ഞ രാവിലെ പൊട്ടിയ പൊറോട്ട ആണോ? എൻ്റെ മോനെ ഒന്നും പറയല. ആ തേങ്ങയുടെ അരപ്പൊക്കെ ഇടും. Savannah, I'm coming home. Savannah, we'll never be alone. Savannah, the beauty of the world. Savannah, let's all take a ride. സോ നമ്മൾ അധികം മഴയുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വയനാട്ടിൽ എത്തിയിരിക്കുകയാണ്. വയനാട്ടിലെത്തി എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. മാസ്ക് മുഖ്യം, അപ്പോൾ മാസ്ക് ധരിച്ച് തന്നെ വേണം. ഓക്കെ, അപ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നൊരു സമയത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എത്രത്തോളം കോവിഡിന് ആ ഒരു സിറ്റുവേഷനിൽ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു എന്നറിയാം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി നിങ്ങൾക്ക് ബാക്കിൽ കാണാം, ആ കോട ഇറങ്ങുന്ന ആ ഒരു ഫീൽ കാണാം. ഓക്കെ, അപ്പോൾ ആ ഒരു കാഴ്ച കാണുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് ആണ് ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ വയനാടിൻ്റെ ബാക്കി കാഴ്ചകൾ, അറണമലയുടെ ബാക്കി കാഴ്ചകൾ നമുക്ക് ഉടനെ കാണാം. സോ ഗൈസ്, നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അരണമല പീക്കിലേക്ക് പോകുന്നതിൻ്റെ താഴെ നമ്മളുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന നായരേട്ടൻ്റെ ചായക്കട എന്നുള്ളൊരു ലൊക്കേഷനിലാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ 10 ഗ്രാമിൻ്റെ തന്നെ വണ്ടി നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഒരു കിടിലൻ ഓഫ് റോഡ് ട്രക്കിംഗ് ആയിരിക്കും ഇനി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. അവരുടെ വണ്ടിയിലാണ്, നമ്മളുടെ വണ്ടിയിലല്ല. നമ്മുടെ ലഗേജസും കാര്യങ്ങളും എല്ലാം നമുക്ക് അതിനകത്തോട്ട് പാസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അരണമലയിലേക്ക് നമ്മൾ പോകുന്ന ഓഫ് റോഡ് ട്രെക്കിങ്ങിൽ കൂടിയാണ് ആദ്യത്തെ കാഴ്ചകൾ അരണമലയുടെ നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഓഫ് റോഡ് ട്രെക്കിംഗ് ടു അരണമല ആരംഭിച്ചിരിക്കുകയാണ്. എൻ്റെ പേര് മായി. ഞാനൊരു 82 മുതൽ ഇതിൽ വന്നു. സ്ഥലമല്ലേ അവിടെ ഓഫ് റോഡ് കണ്ടാൽ അറിയാം. ആ റോഡായിട്ട് മൊത്തം ചോദിച്ചു നോക്കി അവിടെ ആരോട് നമ്മൾ ഓഫ് റോഡിങ് തുടങ്ങിയാണ്. ആരും പുറത്ത് കൊണ്ട് പോയിക്കോ അച്ഛനൊക്കെ
റിസോർട്ട് കാണാൻ മുന്നില് ഇതാണ് നമ്മുടെ റിസോർട്ട്. റിസോർട്ടിന്റെ വാതിക്കൽ പടിവാതിക്കൽ ഇങ്ങനെ റിസോർട്ടിന്റെ ബോർഡൊക്കെ കാണാം. ആ ഓടിടുന്നത് രോദനമല്ല, വയറുകൾ കൂട്ടിയിടിക്കണ്ട. വയറ് കൂട്ടിയിടിക്കുന്ന സൗണ്ടാണ്. നല്ല തണുപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ടൈം മാത്രം തണുപ്പാണ്. അങ്ങനെ റിസോർട്ട് എത്തി. ആഹാ, നല്ല ഷോട്ട്. ഒളിച്ചിട്ടൊക്കെ വരുന്ന കള്ളന്മാരുടെ പോലെ. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മുടെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ? നിങ്ങളെ മൊത്തം ഡീറ്റെയിൽസ്, ട്രാവൽ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് വരുന്ന എല്ലാ ഗസ്റ്റുകളുടെയും ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ട്രാവൽ ഹിസ്റ്ററി കാര്യങ്ങൾ നിങ്ങൾ എവിടെയായിരുന്നു, ടെമ്പറേച്ചറും ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെക്ക് ഇൻ അങ്ങനെയാണ്. ഓക്കെ, ഇന്ന് 14. ഓക്കെ, അപ്പം നമ്മുടെ റൂമെല്ലാം സാനിറ്റൈസ് ചെയ്തിരിക്കുകയല്ലേ കംപ്ലീറ്റ്ലി? ഓക്കെ, ഇപ്പം ഗവൺമെന്റിന്റെ ആക്ച്വലി ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പം മാനദണ്ഡങ്ങളാണ് ആക്ച്വലി പാലിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് റിസോർട്ട്? ഞങ്ങൾക്ക് ഒഫീഷ്യലി മാനദണ്ഡങ്ങളൊന്നും നമുക്ക് റിസോർട്ട് കാറ്റഗറിയിൽ ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ അതിൻ്റെതായ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഓൺ പ്രൊസീജിയേഴ്സ് സേഫ്റ്റി പർപ്പസ് ആയിട്ട് ചെയ്യുകയാണ്. അതാണ് നോർമലി ഉള്ള ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിൽ കൂടെ ഈ ഫോം കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യും. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഗസ്റ്റ് വരുമ്പോൾ ഉള്ള സാനിറ്റൈസ് ചെയ്തിട്ടാണ് നമ്മൾ ജീപ്പിലേക്ക് കയറി. ജീപ്പ് ഗസ്റ്റ് വരുന്നതിന് മുന്നേ ജീപ്പ് നമ്മൾ സാനിറ്റൈസ് ചെയ്യും. അതിനുശേഷം ഇവിടെ എത്തിയതിന് ശേഷമാണ് നമ്മൾ ടെമ്പറേച്ചർ ചെക്കിങ്, ഈ ഫോം ഫില്ലിങ്ങും ഒക്കെ ചെയ്യുന്നത്. റൂം ക്ലീനിങ്ങിന് ശേഷം നമ്മൾ മൊത്തത്തിൽ സാനിറ്റൈസ് ചെയ്തിട്ട് സ്പ്രേ ചെയ്യും ഏരിയ മൊത്തം, ബാത്റൂം അടക്കം. അതിനുശേഷമാണ് ഗസ്റ്റ്. ലോണ്ട്രി നമ്മളായിട്ട് ഡയറക്റ്റ് ടച്ച് ചെയ്യില്ല. നമ്മൾ ലോണ്ട്രി ഒക്കെ ഇരിക്കുമ്പോൾ ഗ്ലൗസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ലോണ്ട്രി ഒക്കെ ഇരിക്കുക. ലോണ്ട്രി ഡയറക്റ്റ് നമ്മൾ മേപ്പാടിയുള്ള ആളൊന്ന് ഡയറക്റ്റ് എടുക്കുന്നതാണ്. അത് പൊളിച്ചു. നൈസ് ഒരു മൂഡാണ്. എല്ലാ റൂമുകാർക്കും കോമൺ ആയിട്ടൊരു ബാൽക്കണി സിസ്റ്റമാണ്. നൈസ് ഒരു ഫീലൊക്കെ ഉണ്ട്. ഇത് കൊള്ളാം, സെറ്റപ്പ് ഒക്കെ കൊള്ളാം. ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നെറ്റിന്റെ റേഞ്ചിന്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് കിട്ടുകയില്ല. ശല്യപ്പെടുത്താൻ ഓഫീസിൽ നിന്നുള്ള മെയിലും ഇല്ല, മെസ്സേജും ഇല്ല, ഒന്നുമില്ല. ഇത് മറ്റേ ആ പത്മനാഭപുരം പാലസില് അല്ല, ശ്രീ പത്മനാഭം കിടക്കാണത്. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന വഴി. ഒരു ജീപ്പ് ഗസ്റ്റിനെയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഹായ് ഗൈസ്, സോ നമ്മളിപ്പോൾ വാട്ടർഫോൾസ് കാണാൻ പോവുകയാണ്. ഇവിടുന്ന് കുറച്ച് നടത്തുന്നുണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സൊന്ന് ചത്തിരിക്കുകയാണ്, ഇവിടെയുള്ള തടിയന്മാർക്ക് എല്ലാവർക്കും. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ മെയിനായിട്ടുള്ള ആൾക്ക് വിഷമമാണ് ഇപ്പോൾ ആൾക്ക് നടക്കുന്ന കാര്യം പറയുമ്പോൾ തന്നെ. പക്ഷെ നമ്മൾ ഒരുപാട് ലേറ്റായി, അപ്പോൾ നമുക്ക് ഒരുപാട് വേസ്റ്റ് ചെയ്യാൻ ടൈമില്ല. പക്ഷേ നമ്മൾ കാണാൻ വന്ന കാഴ്ചകൾ നമുക്ക് കണ്ടേ പറ്റൂ. അതിനോടൊപ്പം നിങ്ങളെ കാണിച്ചേ പറ്റുള്ളൂ. ഈ വെള്ളത്തിൽ ചാടാന്ന് പറഞ്ഞു, പക്ഷെ തിരിച്ചു വരുമ്പോൾ ചാടാം. ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് അരുണമല പീക്കിലെ ഏറ്റവും വലിയ വാട്ടർഫോളാണ്. അത്യാവശ്യം നല്ല വെള്ളമുള്ള സമയം കൂടിയാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കാം. ഒരു 2 കിലോമീറ്റർ നടത്തമുണ്ട്. ഇവിടുത്തെ ആശാനാണ് നമ്മളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് എത്ര ദൂരം നടക്കാനുണ്ട് നമുക്കൊരു 1.5 കിലോമീറ്റർ. 1.5 കിലോമീറ്റർ നീക്കുമ്പോ തന്നെ ഇവിടെ 1.5 കിലോമീറ്റർ നടക്കാനുണ്ട് ശ്രീഹരി. ഇതിന് മുമ്പ് എന്തായിരുന്നു ബ്രോ ആക്ച്വലി എഞ്ചിനീയറിംഗ് കഴിഞ്ഞാണ്. ഞാൻ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയത്. അത് കഴിഞ്ഞ് ടെക്നോ പാർക്കിൽ പാസ് ഔട്ട് ആണോ ഡ്രോപ്പ് ഔട്ട് ആണോ? പാസ് ഔട്ട് ആയിരുന്നു. എന്നെയും കടിച്ചതാ വാള. ആ കളഞ്ഞാണ്.
എടാ അത് കുഴപ്പമില്ലടാ, വാ 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 വാ. ഇത് വെച്ചാൽ മതിയല്ലേ? അത് നമുക്ക് ഇറങ്ങി. ബാബാ സീനൊന്നുമില്ല, പറ്റൂടാ. ആ അത്രേ ഉള്ളൂ, കഴിഞ്ഞു, സീൻ കഴിഞ്ഞു 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 കഴിഞ്ഞു. Yes, that's all, that's all. എന്ത് സീനാണെങ്കിലും ഇത്ര ഉള്ളൂ സീൻ അറ്റൻഡ് ചെയ്യാം. ശരി, ടാസ്ക് ആണ്. ഇത് ഇച്ചിരി അഡ്വഞ്ചറസ് ആണ്. എന്റെ ചന്തി മൊത്തം സീനായിട്ടുണ്ട്. ഓ വാട്ടർഫാൾ. ഓ സോ ഈ ഒരു വ്യൂ കാണാനാണ് നമ്മൾ ഇത്രയും പാടുപെട്ടത്. യെസ്, ശ്രീഹരി തിരിച്ചെത്തുമ്പോ 2 കിലോ പറഞ്ഞിട്ടുണ്ടാവും. 2 കിലോ മിനിമം അറ്റൻഡ് ചെയ്ത്. ബ്രോ ഇവിടെ താഴത്തെ സീനാണല്ലേ? ചെലപ്പോ താഴത്തെത്തുന്നല്ലേ? കേട്ടിട്ടുണ്ട്.
நிலாவல் வீசிடும் பேரலை நீருக்குள்ளோடிடும் தாவரை சென்று வாழுது வானிலை ടഫെന്ന് പറഞ്ഞാൽ ഓക്കെ, സോ ഇന്ന് മോർണിംഗ് നമുക്ക് 5:30 ആകുമ്പോൾ നമുക്കൊരു വേക്കപ്പ് കോൾ വന്നു. എന്നിട്ട് പറഞ്ഞൊരു ട്രെക്കിംഗ് ഉണ്ട്, ഒരു 1 കിലോമീറ്റർ ട്രെക്കിംഗ് ആണ്. അപ്പോൾ ട്രെക്കിങ്ങിന് നമ്മൾ പോകാൻ നേരത്ത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ക്യാമറ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ക്യാമറ നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് ലൈക്ക് ആ ഒരു സൺറൈസ് ഷൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു 1 കിലോമീറ്റർ നല്ലൊരു എക്സസൈസ് പോലെ ആയിരുന്നു. കുറേ നാൾ കഴിഞ്ഞ് ദേഹമൊക്കെ ഒന്ന് അനങ്ങിയൊരു ഫീൽ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ തിരിച്ചു വന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുക ചെയ്യും. ഓക്കെ. ഓക്കെ, സോ ഞങ്ങളുടെ ഈ ഒരു 1 ഡേ ട്രിപ്പ് ഞങ്ങളിവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റിംഗ്, ഭയങ്കര പ്ലസൻറ്റ് ഡേയ്സ് ആയിരുന്നു കഴിഞ്ഞ ഒരു ദിവസം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾക്കൊരു ബ്രേക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ മാസ്ക് ഇടുന്നതാണ് സേഫ്. മാസ്ക് ഇട്ടിട്ട് പറയാണ്. ഓക്കെ, സോ എല്ലാവർക്കും ഇവിടെ വിസിറ്റ് ചെയ്യാം. ഇത് 100% സേഫാണ്. ഭയങ്കര കുറച്ച് ആൾക്കാർ മാത്രമേ ഞങ്ങൾ പോയ സ്ഥലത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര ഒരു ലിമിറ്റഡ് കുറച്ച് ആൾക്കാർക്ക് മാത്രം ആക്സസബിൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. സോ ഓവറോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സൈനിങ് ഓഫ്, ബിഗ് ബെല്ലി വോണ്ടേഴ്സ്. ബൈ.